Hello, welcome to Red Short Talks. നിഫ്റ്റി 80-കുറിച്ചുള്ള നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇതിലേക്കൊരു ആഴത്തിലുള്ള ഒരു വിശകലനം നടത്തുകയാണ്. ഇന്ന് ഒക്ടോബർ 24, 2025 നിങ്ങൾ ഷെയർ ചെയ്ത ഈ വിവരങ്ങളുണ്ടല്ലോ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിലൂടെ നിലവിലെ മാർക്കറ്റ് അവസ്ഥയിൽ ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുക, സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തുടങ്ങാം. നിഫ്റ്റി ഇപ്പോൾ ഏകദേശം ഒരു 25,891 ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തത് 25,870-ലാണ്. അപ്പോൾ വലിയ മാറ്റമില്ല. നിങ്ങൾ തന്ന നോട്ട്സിലുണ്ടല്ലോ, അതിൽ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ, അതിനി വരുന്ന സമയത്ത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാവാം. ആ ലെവലുകളിൽ വില എങ്ങനെയാണ് പെരുമാറുന്നത് അത് നോക്കിയിട്ട് വേണം അടുത്ത നീക്കങ്ങളെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ. ഈ സ്ട്രാറ്റജി അനുസരിച്ച് തൊട്ടടുത്തുള്ളൊരു പ്രധാന സപ്പോർട്ട് സോൺ, അതായത് വാങ്ങാൻ ആൾക്കാർ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ, അത് 25,820 തൊട്ട് 25,850 വരെയാണ്. അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ തടസ്സം വരാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് സോൺ, അത് 25,950 തൊട്ട് 26,000 വരെയും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് കറക്റ്റ് സപ്പോർട്ട് സോണിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നേരത്തെ ഏറ്റവും താഴെയുള്ള വിലയുടെ അടുത്താണിപ്പോൾ. അതെ, ആ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ നിങ്ങളുടെ നോട്ട്സിലും അത് പറയുന്നുണ്ടല്ലോ. 26,100 ലെവലിൽ നിന്ന് ഒരു ചെറിയൊരു ഇറക്കം വന്നു. എന്നിട്ടിപ്പോൾ ഈ 25,850 അടുത്തുള്ള സപ്പോർട്ട് ഏരിയയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ട് വാങ്ങുന്നവർ ഈ 25,820, 850 ഭാഗത്ത് സജീവമായിട്ടുണ്ട്. ആ വില താഴേക്ക് പോകാതെ നോക്കുന്നുണ്ട് എന്നും നിങ്ങളുടെ തന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണെങ്കിൽ ഇവിടെ നിന്നൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്നാണോ? ഇവിടെയാണ് ശരിക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഈ സപ്പോർട്ട് ലെവൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് അത് നല്ലതാണോ, അതോ അതിന്റെ ശക്തി കുറയുന്നതിന്റെ സൂചനയാണോ? ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? അത് നല്ലൊരു ചോദ്യമാണ്. ശരിയാണ്, ഒരു സപ്പോർട്ട് ലെവൽ ഇങ്ങനെ ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, നിങ്ങൾ പറഞ്ഞ പോലെ വാങ്ങുന്നവർ അവിടെ ആ ലെവലിൽ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്, ഡിമാൻഡുണ്ട്, അത് കാണിക്കാം. ഓരോ തവണ താഴെ വരുമ്പോഴും അവർ വാങ്ങുന്നു. പക്ഷേ മറ്റേ വശം എന്താണെന്ന് വെച്ചാൽ, ഒരു ലെവൽ ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്താൽ അവിടെ വാങ്ങാനുള്ള ഒരു ശക്തി കുറഞ്ഞു വരാനും സാധ്യതയുണ്ട്. ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് ബയേഴ്സ് മാറി നിൽക്കാം, അല്ലെങ്കിൽ കൂടുതൽ സെല്ലേഴ്സ് വരാം. അതുകൊണ്ടാണ് നിങ്ങളുടെ നോട്ട്സിൽ വ്യക്തമായൊരു കൺഫർമേഷൻ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, അതായത് ഒരു പച്ച ക്യാൻഡിൽ തൊട്ടു മുമ്പത്തെ ചുവപ്പ് ക്യാൻഡിലിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്നത്, അത് ബയേഴ്സിന്റെ ശക്തി കൂടുന്നതിൻ്റെ ഒരു സൂചനയാണ്. അല്ലെങ്കിൽ ഒരു ഹാമർ പാറ്റേൺ, ഒരു ചെറിയ ബോഡിയും നല്ല നീളമുള്ള താഴത്തെ വാലും ഒരു താഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ വന്നാൽ വില തിരിഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് പലരും കണക്കാക്കും. ഇങ്ങനത്തെ പാറ്റേണുകൾ ഈ 25,820, 25,850 സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് വന്നാൽ അത് സപ്പോർട്ട് പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കൂട്ടുന്നു. വലിയൊരു ചിത്രത്തിൽ നോക്കിയാൽ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഈ ചെറിയൊരു ഇറക്കം അതൊരു താൽക്കാലികമായിട്ടുള്ള ഒന്നായിരിക്കാം. ചിലപ്പോൾ മുകളിലേക്കുള്ളൊരു പുതിയ നീക്കം തുടങ്ങിയെന്നും വരാം. പക്ഷേ ഒരു കൺഫർമേഷനും ഇല്ലാതെ ഈ ലെവലിൽ ചാടിക്കേറി വാങ്ങുന്നത് കുറച്ച് റിസ്ക് കൂടുതലാണ്. ഓക്കെ, അത് വളരെ വ്യക്തമായി. അപ്പോൾ ഒരു മുകളിലേക്കുള്ള നീക്കം പ്രതീക്ഷിക്കുന്നവർക്കുള്ള ലോങ് എൻട്രി പ്ലാൻ, അത് നിങ്ങളുടെ തന്ത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻട്രി എടുക്കാൻ നോക്കാവുന്ന സോൺ 25,850 തൊട്ട് 25,880 വരെയാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ബുള്ളിഷ് കൺഫർമേഷൻ പാറ്റേൺ കണ്ടതിന് ശേഷം മാത്രം. ടാർഗറ്റ് 1 ആയിട്ട് 25,950, അതും കടന്നാൽ ടാർഗറ്റ് 2 ആയി 26,080. ഇതാണ് ലക്ഷ്യങ്ങൾ. നഷ്ടം വന്നാൽ അത് ലിമിറ്റ് ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് 25,780 താഴെ വെക്കാനും പറയുന്നു. ഈ കൺഫർമേഷൻ പാറ്റേണുകളുടെ കാര്യം അത് ഒന്നുകൂടി ഉറപ്പിക്കണം അല്ലേ? അപ്പോൾ ബുള്ളിഷ് വ്യൂ ഉള്ളവർക്ക് ഇതാണ് ശ്രദ്ധിക്കേണ്ട സെറ്റപ്പ്. അതെ, ഈ ലോങ് പ്ലാൻ നോക്കുമ്പോൾ ഇതിലെ റിസ്ക് റിവാർഡ് വളരെ പ്രധാനമാണ്. 25,850, 880 റേഞ്ചിൽ എൻട്രി, സ്റ്റോപ്പ് ലോസ് 25,780 താഴെ. ആദ്യ ടാർഗറ്റ് 25,950, രണ്ടാമത്തത് 26,080. അപ്പോൾ എൻട്രി പോയിന്റും സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള ദൂരം, അതാണല്ലോ നമ്മുടെ റിസ്ക്. അത് ടാർഗറ്റിലേക്കുള്ള ദൂരവുമായിട്ട്, അതായത് റിവാർഡുമായിട്ട് നോക്കണം. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ടാർഗറ്റിലേക്ക് ഏകദേശം ഒരു 70-100 പോയിന്റുണ്ട്. സ്റ്റോപ്പ് ലോസിലേക്കും ഏകദേശം അത്ര തന്നെ. രണ്ടാമത്തെ ടാർഗറ്റിലേക്ക് ഒരു 200 പോയിന്റോളം ദൂരമുണ്ട്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഇതൊരു
തരക്കേടില്ലാത്ത റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. പ്രത്യേകിച്ച് T2 വരെ നോക്കുകയാണെങ്കിൽ. ഈ ടാർഗറ്റ് 2 ആയി 26,080 വെച്ചതിന് കാരണം നിങ്ങളുടെ നോട്ട്സിൽ പറയുന്ന അടുത്ത പ്രധാന റെസിസ്റ്റൻസ് സോൺ അത് 26,080, 26,120 ആണ്. അവിടെ എത്തിയാൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വരാം. ഇനി വലിയ ചിത്രത്തിൽ നോക്കിയാൽ ഈ സപ്പോർട്ടിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റിയാൽ അത് ഈ അടുത്ത സമയത്ത് കണ്ട ഹൈ ഉണ്ടല്ലോ 26,100, അതിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ ശ്രമിക്കാം. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കും പോകാം. ആദ്യത്തെ ടാർഗറ്റ് 25,950 എത്തുമ്പോൾ കുറച്ച് ലാഭം ബുക്ക് ചെയ്യുന്നതോ സ്റ്റോപ്പ് ലോസ് എൻട്രി പ്രൈസിലേക്ക് മാറ്റുന്നതോ ഒക്കെ റിസ്ക് കുറയ്ക്കാൻ നല്ലതാണ്. ശരിയാണ്. റിസ്ക് മാനേജ്മെന്റ് എപ്പോഴും പ്രധാനമാണല്ലോ. ഇനിയിപ്പോൾ മറ്റേ സൈഡ് നോക്കാം. വില മുകളിലേക്ക് പോയില്ലെങ്കിലോ ഷോർട്ട് എൻട്രി, അതായത് വില താഴോട്ട് പോവെന്ന് പ്രതീക്ഷിച്ചുള്ള ട്രേഡ്. അതിനുള്ള പ്ലാനും നിങ്ങളുടെ നോട്ട്സിലുണ്ടല്ലോ. അതനുസരിച്ച് ഷോർട്ട് പൊസിഷൻ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം എപ്പോഴാ വരുന്ന? വില ഈ 25,950, 26,000 റെസിസ്റ്റൻസ് സോണിൽ എത്തുന്നു. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ തട്ടി താഴോട്ട് തിരിയുന്നു. അപ്പോഴാണ്. അങ്ങനെ വന്നാൽ ഷോർട്ട് എൻട്രിക്ക് നോക്കാവുന്ന സോൺ 25,950, 26,000 ആണ്. ടാർഗറ്റ് 1 ആയിട്ട് 25,870, അതായത് ഏകദേശം ഇപ്പോഴത്തെ ലെവല്. ടാർഗറ്റ് 2 ആയി 25,720, സ്റ്റോപ്പ് ലോസ് 26,080 മുകളിലും വെക്കാൻ പറയുന്നു. ഇവിടെയും കൺഫർമേഷൻ നോക്കണമല്ലേ? നോട്ട്സിൽ പറയുന്നത് ബെയറിഷ് റിജക്ഷൻ കാൻഡിൽ. അതെ, അതായത് വില മുകളിലേക്ക് കയറാൻ നോക്കിയെങ്കിലും സെല്ലേഴ്സ് അതിനെ താഴേക്ക് തള്ളിയിടുന്നത് കാണിക്കുന്ന കാൻഡിൽ. അല്ലെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ, ഒരേ ഹൈ ലെവലിൽ 2 തവണ തട്ടി താഴേക്ക് വരുന്നത്. ഇതൊക്കെ ആ റെസിസ്റ്റൻസ് സോണിൽ കാണുന്നുണ്ടോ എന്ന് നോക്കണം. കൃത്യമാണ്. ഈ ഷോർട്ട് പ്ലാനിൻ്റെ ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ, ആ റെസിസ്റ്റൻസ് സോണിൽ വിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥമെന്താ? അവിടെ ആ ഉയർന്ന വിലകളിൽ വിൽക്കാൻ ആൾക്കാർ കൂടുതലാണ്. വാങ്ങുന്നവർക്ക് ആ തടസ്സം മറികടക്കാൻ ശക്തിയില്ല. ഇത് വില താഴേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുന്നു. ടാർഗറ്റുകൾ നോക്കിയാൽ ടാർഗറ്റ് 25,870 എന്നത് പെട്ടെന്നെത്താൻ സാധ്യതയുള്ളൊരു ലെവലാണ്. ഇപ്പോഴത്തെ വിലയുടെ അടുത്താണത്. പക്ഷേ ടാർഗറ്റ് 2 25,720 ആണ് കൂടുതൽ പ്രധാനം. കാരണം നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ പറയുന്ന അടുത്ത സപ്പോർട്ട് സോൺ വരുന്നത് 25,680, 25,720 റേഞ്ചിലാണ്. അപ്പോൾ റെസിസ്റ്റൻസിൽ നിന്നും തിരിഞ്ഞ് T2 വരെ എത്തുകയാണെങ്കിൽ അത് മാർക്കറ്റ് കുറച്ചുകൂടി വീക്കാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെയും ഒരു ബെയറിഷ് കൺഫർമേഷൻ പാറ്റേൺ കണ്ടിട്ട് എൻട്രി എടുക്കുന്നത് ഈ തെറ്റായ സിഗ്നലുകളിൽ നിന്ന് രക്ഷിക്കും എന്ന് നിങ്ങളുടെ നോട്ട്സ് പറയുന്നുണ്ട്. ഈ റെസിസ്റ്റൻസിൽ നിന്നുള്ള ഒരു തിരിഞ്ഞുനോക്കം അതൊരു ചെറിയ കറക്ഷൻ മാത്രമാണോ, അതോ കുറച്ചുകൂടി താഴേക്കുള്ള ഒരു വലിയ തിരുത്തലിന്റെ തുടക്കമാണോ എന്നുള്ള ചോദ്യം ഇവിടെ വരും. T2 കൂടി ബ്രേക്ക് ആയാൽ അത് തീർച്ചയായും കൂടുതൽ താഴേക്കുള്ള സാധ്യത തുറക്കും. സ്റ്റോപ്പ് ലോസ് 26,080 മുകളിൽ കറക്റ്റായി വെക്കണം. കാരണം ഒരുപക്ഷെ വില റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ വലിയ നഷ്ടം വരാതെ നോക്കണമല്ലോ. തീർച്ചയായും അതെ. അപ്പോൾ ഈ 2 സാധ്യതകൾക്കും അപ്പുറം നിങ്ങളുടെ നോട്ട്സിലെ പ്രധാന കുറിപ്പുകൾ അല്ലെങ്കിൽ കീ നോട്ട്സ് എന്ന സെക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണവ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വില 25,820 എന്ന സപ്പോർട്ടിന് താഴെ ഒരു നല്ല സെല്ലിങ്ങോടെ ബ്രേക്ക് ചെയ്താൽ, അതായത് ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ അത് കൂടുതൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ 25,700, 25,650 സോണിലേക്ക് വരെ. നേരെ മറിച്ച് വില 26,100 എന്ന ലെവലിനു മുകളിലേക്ക് കയറി അവിടെ പിടിച്ചു നിന്നാൽ, ഒരു ബ്രേക്കൌട്ട് സംഭവിച്ചാൽ നിഫ്റ്റി മുകളിലേക്കുള്ള യാത്ര തുടരാനാണ് സാധ്യത. ഒരുപക്ഷെ 26,250 അല്ലെങ്കിൽ അതിനും മുകളിലേക്ക്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളൊരു സോൺ 25,880 തൊട്ട് 25,930 വരെ അതൊരു നോ ട്രേഡ് സോണായിട്ട് കണക്കാക്കാനാണ് പറയുന്നത്. കാരണം അവിടെ വിലയ്ക്കൊരു ദിശാബോധം ഉണ്ടാവില്ല. സൈഡ് വേസ് ആയിട്ടോ അല്ലെങ്കിലോ ഒരു ചാഞ്ചാട്ടത്തോടെയോ നീങ്ങാം. അപ്പോൾ വിദഗ്ധ അഭിപ്രായത്തില് എന്തുകൊണ്ടാണ് ഈ മിഡിൽ സോണുകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്? അവിടെ ട്രേഡ് ചെയ്താൽ എന്താണ് പ്രശ്നം? അതൊരു പ്രധാന പോയിന്റാണ്. ഈ നോ ട്രേഡ് സോൺ അല്ലെങ്കിൽ മിഡിൽ സോൺ ഒഴിവാക്കാൻ കാരണം അവിടെ മാർക്കറ്റിന് ശരിക്കും ഒരു വ്യക്തമായ ഡിറക്ഷൻ ഉണ്ടാവില്ല. അതായത് പ്രധാന സപ്പോർട്ടിനും 25,820-850
പ്രധാന റെസിസ്റ്റൻസിനും 25,950നും 26,000നും ഇടയിലുള്ള ആ ഒരു സ്ഥലത്ത് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലൊരു ഒരു തീരുമാനമാകാത്ത അവസ്ഥയാവാം. ഇത് പലപ്പോഴും ചെറിയ ലാഭത്തിൽ കട്ട് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന അങ്ങനത്തെ തെറ്റായ സിഗ്നലുകൾക്ക് സാധ്യത കൂട്ടും. വിപ്സോസ് എന്ന് പറയും. വില കുറച്ച് മുകളിലേക്ക് പോയെന്ന് തോന്നും, പെട്ടെന്ന് താഴേക്ക് വരും. അല്ലെങ്കിൽ താഴേക്ക് പോയെന്ന് തോന്നും, പെട്ടെന്ന് മുകളിലേക്ക് പോകും. ഇത് ട്രേഡർമാരെ കൺഫ്യൂഷനിലാക്കും, നഷ്ടം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ഒരു ബ്രേക്കൗട്ട് 26,100ന് മുകളിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ 25,820ന് താഴെ സംഭവിക്കുന്നതുവരെ, അല്ലെങ്കിൽ സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ വ്യക്തമായ റിവേഴ്സൽ പാറ്റേൺ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് സേഫ് എന്നാണ് ഈ തന്ത്രം പറയുന്നത്. ഈ കീനോട്ട്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റുകൾ ഇതൊക്കെയാണ്. 25,820 ടു 25,850 സപ്പോർട്ട് സോൺ. പിന്നെ 25,950 ടു 26,000 റെസിസ്റ്റൻസ് സോൺ. അത് കഴിഞ്ഞ് 25,820, 26,100 എന്നീ ബ്രേക്ക് ലെവലുകൾ. ഇവിടെയൊക്കെ വില എങ്ങനെ പ്രതികരിക്കുന്നു, കൺഫർമേഷൻ പാറ്റേൺ വരുന്നുണ്ടോ, വോളിയം എങ്ങനെയാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. സ്റ്റോപ്പ് ലോസ് അതെന്തായാലും കൃത്യമായി പാലിക്കണം. കാരണം ഏത് പ്ലാനും തെറ്റാൻ സാധ്യതയുണ്ടല്ലോ. വളരെ നന്നായി കാര്യങ്ങൾ പറഞ്ഞോ. അപ്പോൾ നിങ്ങൾക്കായി ഈ ചർച്ചയിലെ പ്രധാന പോയിന്റുകൾ ഒന്നും കൂടി പറയാം. നിങ്ങളുടെ ട്രേഡിംഗ് നോട്ട്സിന് അടിസ്ഥാനമാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സപ്പോർട്ട് ലെവൽ 25,820, 25,850 ആണ്. റെസിസ്റ്റൻസ് ലെവൽ 25,950, 26,000 ആണ്. ഈ സോണുകളിൽ എത്തുമ്പോൾ വ്യക്തമായ കൺഫർമേഷൻ സിഗ്നലുകളോടെ ഒരു ലോങ് അല്ലെങ്കിൽ ഷോർട്ട് എൻട്രി എടുക്കാനുള്ള പ്ലാനുകൾ നിങ്ങളുടെ തന്ത്രത്തിലുണ്ട്. അതുപോലെ 25,820 താഴേക്ക് ബ്രേക്ക് ചെയ്താലോ 26,100 മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലോ അത് ട്രെൻഡിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നും അതനുസരിച്ച് പുതിയ ലക്ഷ്യങ്ങൾ വരാമെന്നും പറയുന്നു. ഇതിനിടയിലുള്ള 25,880, 25,930 സോൺ അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും പറയുന്നു. ഈ വിശകലനം ഇത് പൂർണ്ണമായും നിങ്ങൾ നൽകിയ ആ നോട്ട്സിനെ മാത്രം ബേസ് ചെയ്താണ്. നിഫ്റ്റി 50യുടെ വരും സമയത്തെ സാധ്യതകളെക്കുറിച്ച് ഈ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതെ, ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് ഓർക്കുന്നത് നല്ലതാണ്. ഈ അനാലിസിസ് പ്രധാനമായും ഈ ടെക്നിക്കൽ ലെവലുകളും പാറ്റേണുകളും നോക്കിയാണല്ലോ. അതായത് പ്രൈസ് മൂവ്മെന്റ്സ് മാത്രം. പക്ഷേ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ വേറെയും കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും വലിയ സാമ്പത്തിക വാർത്തകൾ, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെ വലിയ മാറ്റങ്ങൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ ലെവലുകളെ, അതായത് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബ്രേക്കൗട്ട് ലെവലുകൾ, ഇവയെ പെട്ടെന്ന് അപ്രസക്തമാക്കാൻ പറ്റും. ഒരു പ്രധാന ന്യൂസ് വന്നാൽ ചിലപ്പോൾ ഈ 25,820 സപ്പോർട്ട് ഈസിയായിട്ട് ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ 26,000 റെസിസ്റ്റൻസ് ഒരു തടസ്സമേ അല്ലാതായി മാറിയേക്കാം. അതുകൊണ്ട് ഈ ടെക്നിക്കൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ തന്നെ പുറത്തുവരുന്ന വാർത്തകളും മൊത്തത്തിലുള്ള മാർക്കറ്റ് സെന്റിമെന്റും എങ്ങനെയാണെന്നൊരു കണ്ണുവയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് നിങ്ങളുടെ നോട്ട്സിൽ ഡയറക്റ്റായി പറയുന്നില്ലെങ്കിലും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ്. നന്ദി. നിങ്ങളുടെ നിഫ്റ്റി 50 ഉറവിട മെറ്റീരിയലിനെ കുറിച്ചുള്ള ഈ ഒരു വിശദമായ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്കും നന്ദി. ഓർക്കുക, മാർക്കറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും പുതിയ സാധ്യതകളും പാഠങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അടുത്ത ഒരു വിശകലനവുമായി വീണ്ടും കാണാം.